ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വായിക്കുന്നത് അതിൻ്റെ 5-ാമത്തെ അധ്യായമാണ്. 5-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തോട് ഫെലിസ്ത്യർ യുദ്ധം ചെയ്ത് അവരുടെ പെട്ടകം ഫെലിസ്ത്യർ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യരുടെ ദേശത്തുണ്ടാകുന്ന പ്രതിസന്ധിയാണ് നമ്മൾ കാണുന്നത്. ഈ പിടിച്ചെടുത്ത ഈ യഹോവയുടെ പേടകം അവരെ അവരുടെ ധാന്യദേവനായ ദാഗോൻ്റെ പ്രതിഷ്ഠയ്ക്ക് സമീപം കൊണ്ടുവച്ചു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ ദാഗോൻ്റെ പ്രതിഷ്ഠ വീണ് കിടക്കുകയാണ്. അവരെല്ലാവരും കൂടി ചെന്നത് നാട്ടി വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ പ്രതിഷ്ഠ വീണ് കിടക്കുകയും അതിൻ്റെ കൈയും ആ തലയും അറ്റുപോവുകയും ചെയ്തിരിക്കുന്നതായി അവർ കണ്ടു. അവർ അവരുടെ ദേവൻ്റെ അടുത്ത് യഹോവയുടെ പേടകം കൊണ്ട് വെച്ചത് ദേവൻ്റെ ശക്തിയാൽ യഹോവയുടെ ശക്തി ഇല്ലാതാക്കാനായിരിക്കാം, അല്ലെങ്കിൽ യഹോവയേക്കാൾ വലിയവനാണ് അവരാരാധിക്കുന്ന ധാന്യദേവൻ അല്ലെങ്കിൽ ആ പ്രകൃതി ദൈവങ്ങൾ എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരിക്കാം അതിൻ്റെ സമീപത്ത് കൊണ്ടുവച്ചത്. പക്ഷേ വിപരീത ഫലമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, അവിടെയുള്ള ആളുകൾക്കെല്ലാം കുരുക്കൾ ഉണ്ടാവുകയും ചെയ്തു. അവരുടെ ഗുഹ്യഭാഗത്ത് കുരുക്കൾ ഉണ്ടാകുന്നു. അതിവേദനയും അപ്രകാരമുള്ള അസ്വസ്ഥതയുമൊക്കെ ആ ജനത്തെ ബാധിക്കുകയാണ്. അപ്പോൾ അവർ അത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടു പോകുന്നുണ്ട്. അഷ്ദേത്ത്, ഗത്ത്, എക്രോൻ എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് മാറ്റി മാറ്റി വയ്ക്കുന്നുണ്ട്. പക്ഷെ അവിടെ ചെല്ലുന്നിടത്ത് എല്ലായിടത്തും ഇതേ പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ദേവൻ്റെ മുൻപിൽ യഹോവ ഒന്നുമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരിക്കാം അവർ കൊണ്ടുവന്നു. കാരണം ഇസ്രായേൽ ജനത്തിനടുത്ത് പേടകം വന്നപ്പോഴും അവരെ തോൽപ്പിക്കുവാനും 40,000-അധികം ആളുകളെ 30,000-ത്തിലധികം ആളുകളെ കൊന്നൊടുക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇവരുടെ ദേവനാണ് ശക്തി എന്നവർ വിശ്വസിച്ചു. പക്ഷേ ഇസ്രായേൽ ജനത്തിൻ്റെ പാപമുഖാന്തരമാണ് അവർ തോൽപ്പിക്കപ്പെട്ടതെന്ന് അവരും മനസ്സിലാക്കിയില്ല, ഇവർക്കും മനസ്സിലാവുന്നില്ല. യഹോവയുടെ ശക്തി എന്തെന്നോ യഥാർത്ഥ ദൈവമാരെന്നോ ഇവർക്ക് മനസ്സിലാവുന്നില്ല. പ്രകൃതി ശക്തികളെ അവർ ആരാധിക്കുകയാണ്. ധാന്യദേവൻ, സൂര്യദേവൻ, മഴയുടെ ദേവൻ, അങ്ങനെ പ്രകൃതി ശക്തികളെ അവർ ആരാധിച്ച് അതാണ് യഥാർത്ഥ ദൈവമെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നവരാണ്. അപ്പോൾ ഈ അവരുടെ ആ പ്രതിഷ്ഠ താഴെ വീണുകൂടി യഹോവയായ ദൈവം തീക്ഷ്ണവാനായ ദൈവമാകുന്നുവെന്നും മറ്റൊരു ദേവശക്തിക്കും യഹോവയുടെ ശക്തിയെ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്നും ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. എല്ലാ പ്രകൃതി ശക്തികളെക്കാളും പ്രകൃതി ദേവന്മാരെക്കാളും വലിയവനെന്ന യഹോവ എന്ന് ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം: ദൈവത്തെ ആരോട് നിങ്ങൾ തുലനം ചെയ്യും? അവിടുത്തോട് സാമ്യമുള്ള രൂപമേത്? ദൈവത്തെ ആരോടും നമുക്ക് തുലനം ചെയ്യാനാവില്ല. പ്രകൃതി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ദൈവം. അവനെ ഏതെങ്കിലും രൂപത്തിൽ ഒതുക്കാൻ സാധിക്കുകയുമില്ല. 40-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവ അതുല്യനാണ്. അവിടെ പറയുന്നത് കൈക്കുമ്പിളിൽ ആഴിയെ അളക്കുകയും ആകാശവിശാലതയെ ഒരു ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസുകയും അല്ലെങ്കിൽ കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്യുന്നവനാണ് യഹോവ. അതാണ് പ്രകൃതി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അതിശക്തമായ ചൈതന്യം.
ഒരു പ്രകൃതി ശക്തിക്കും ആ ചൈതന്യത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. ആ ദൈവം പുതിയ നിയമത്തിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ആ ദൈവം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യ ശരീരം സ്വീകരിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനം മനുഷ്യനെ വീണ്ടും താൻ ആദ്യം സൃഷ്ടിച്ച മനുഷ്യനെ പോലെ രാജ്യത്വവും പ്രവാചകത്വവും പൗരോഹിത്യമുള്ളവനായി തീർക്കുവാൻ ദൈവം സഹിച്ചതായ ത്യാഗം, ആ സ്നേഹമാണ് മനുഷ്യ ശരീരം സ്വീകരിക്കാൻ കാരണമായിട്ട് തീർന്നത്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സകല പ്രകൃതി ശക്തിയുടെയും അതീതനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. എന്തിനാണ് ദൈവം മനുഷ്യ ശരീരം സ്വീകരിച്ചെന്ന് ചോദിച്ചാൽ, മനുഷ്യ ശരീരത്തിലാണ് പാപം ചെയ്തതെങ്കിൽ ദൈവം അതിന് പരിഹാരം കാണുന്നത് അതേ ശരീരം സ്വീകരിച്ചുകൊണ്ടാണ്. ഇതിനു മുമ്പ് നമ്മൾ അറിയാമല്ലോ, നാഥൻ മുതലുറപ്പിച്ചാദത്തെ ഖേദിക്കേണ്ട നിൻപാപത്തെ ഓർത്തിനിയും നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ ഏതൻ കനി നീ തിന്നതിനാൽ കയ്പും കുടിച്ചേൻ ഞാൻ. നഗ്നതയാൽ നീ ഇലകൾ ചാർത്തി നഗ്നതയോട് എന്നെ ഓർത്തൂക്കി ഞാൻ ചിന്തിയ രക്തത്താൽ പൊയ്ക്കോപം താതൻ്റെ. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ചെയ്തതിനൊക്കെ കർത്താവോട് പരിഹാരം ചെയ്തതായ പാട്ടിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ മനുഷ്യന് വൃക്ഷഫലം ഭക്ഷിച്ചാണ് പാപം ചെയ്തതെങ്കിൽ ദൈവം അതിന് പരിഹാരം കാണുന്നത് വൃക്ഷത്തിൽ തന്നെയാണ്. അതുകൊണ്ട് കർത്താവ് മരക്കുരിശിൽ മരിക്കാനുള്ള കാരണവും അതായി കാണാവുന്നതാണ്. പഴയ നിയമത്തിൽ അതിൻ്റെ സൂചനയായി മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി. ഏത് സർപ്പം അവരെ കടിച്ചുവോ ആ സർപ്പത്തിൻ്റെ രൂപം തന്നെയാണ് പിതൃസർപ്പമായി നാട്ടിയത്. സർപ്പം കടിച്ചു മരിക്കുന്നവർ ആ പിതൃസർപ്പത്തെ നോക്കുമ്പോൾ രക്ഷ പ്രാപിക്കുന്നത് നമ്മൾ കാണുന്നു. നമ്മുടെ കർത്താവും പറഞ്ഞു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു. ആ ക്രിസ്തുവിനെ നോക്കി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, ആ ദൈവത്തെ ആരാധിക്കുവാനും നമുക്കിടയായിത്തീരണം. എല്ലാ പ്രകൃതി ശക്തികളും എല്ലാ പ്രകൃതി ദേവന്മാരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുന്നിലൊന്നുമല്ല എന്നുള്ള ആ വലിയ ബോധ്യത്തോടെ ആ ദൈവത്തെ ആരാധിച്ച് ആ ദൈവികമായ സ്നേഹം അനുഭവിച്ച് ജീവിപ്പാൻ നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ശക്തിയരികളെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.